ഹലോ ഡിയേഴ്സ്, നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഓണപരീക്ഷയ്ക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന തിരക്കുകളിലായിരിക്കും. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത് മക്കളെ, നിങ്ങളുടെ സക്സസിലേക്ക് നിങ്ങളെ നയിക്കാൻ പോകുന്ന ഒരു 5D ഫോർമുല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ആദ്യത്തെ ഡി എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ്. നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ ഉണ്ടാവണം. നമുക്കറിയാം, ഒരു ബോട്ടിന് കൃത്യമായ ഡയറക്ഷൻ ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ച് തകർന്നു പോവുകയാണ് ചെയ്യുക. നേരെ മറിച്ച് കൃത്യമായ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ആ ഡയറക്ഷനെ ഫോളോ ചെയ്തുകൊണ്ട് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. അതുപോലെ നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമുക്കും ഒരു കൃത്യമായ ഡയറക്ഷൻ ഉണ്ടാവണം, ഒരു ഗോൾ ഉണ്ടാവണം. നിങ്ങൾ SSLC സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള ഗോൾ എന്ന് പറയുന്നത് ആ ഫുൾ A+ തന്നെയാണ്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ പാരൻസ് പ്രൗഡ് ആവുന്ന ആ മൊമെന്റ് ആയിരിക്കണം നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. ആ ഡയറക്ഷനിലായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും മൂവ് ചെയ്യേണ്ടത്. പക്ഷെ ഡയറക്ഷൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഡിറ്റർമിനേഷൻ കൂടെ വേണം. നമ്മൾ എന്ത് തന്നെ വന്നാലും, എന്തൊക്കെ തന്നെ ചലഞ്ചസ് നേരിടേണ്ടി വന്നാലും നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യുമെന്നും എന്നെ കൊണ്ട് സാധിക്കുമെന്നും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ പറയണം. അതാണ് ഡിറ്റർമിനേഷൻ. ഞാനത് നേടിയെടുക്കുമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കണം. അത് മാത്രം ഉണ്ടായാൽ കാര്യമില്ല. നമുക്ക് വേണ്ട മൂന്നാമത്തെ ഡി ആണ് ഡിസിപ്ലിൻ. നമ്മൾ കൃത്യമായ അച്ചടക്കത്തോടു കൂടി നമ്മളുടെ ഗോളിന് വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. ഡിസിപ്ലിനോടുകൂടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെയില്ല. നാലാമത് നിങ്ങൾക്ക് വേണ്ടത് ഡെഡിക്കേഷൻ ആണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളുടെ ദൗത്യം എന്താണെന്ന് കൃത്യമായ ബോധ്യത്തോടുകൂടി അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് കൃത്യമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിന് പുറകെ പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഡെഡ് ലൈൻ. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെഡ് ലൈൻ. അതായത് നാളെ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ ആ പരീക്ഷ ഹോൾ കയറുന്ന സമയത്തല്ല നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പോകേണ്ടത്. അതിനു മുമ്പ് നമ്മളുടെ ഡെഡ് ലൈൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട ടാസ്കുകൾ ഓരോന്നും നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതായത് നമുക്കൊരു വലിയ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ചെറിയ ചെറിയ ടാസ്കുകളായി മാറ്റിക്കൊണ്ട് ആ ഓരോ ടാസ്കും ഇന്ന ടൈമിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനാണ് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടത്. സോ SSLCയിലെ ഫുൾ A+ എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് മാർച്ച് മാസം SSLC എക്സാം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പേ അല്ല, ഇപ്പോഴേ നിങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ വരാൻ പോകുന്ന ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും അതുപോലെ SSLC എക്സാമിനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഫുൾ മാർക്കോട് കൂടി തന്നെ ഫുൾ A+ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഞാൻ പറയുന്നു, SSLC പരീക്ഷ എഴുതി നിങ്ങൾ ഓരോരുത്തരും ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുക വിജയിച്ചതിന്റെ ആ ഒരു സന്തോഷത്തോടു കൂടിയായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും സ്വപ്നം കാണേണ്ടത് ആ റിസൾട്ട് വരുന്ന ആ ദിവസമാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ സ്നേഹിക്കുന്ന അധ്യാപകരും ഓരോരുത്തരും നിങ്ങളുടെ റിസൾട്ട് കണ്ട് അത്രയും അഭിമാനത്തോടു കൂടി നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന ആ ദിവസം സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യേണ്ടത്. അതായിരിക്കണം നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള ഇന്ധനം എന്ന് പറയുന്നത്. സോ സൈലത്തിന്റെ പ്ലാൻ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് സൈലത്തിന്റെ കൂടെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നത്തിലേക്ക് സൈലൻ നിങ്ങളെ കൈപിടിച്ച് നടത്തും. സോ കൂടെ തന്നെ വരിക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.